എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇന്ന് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വാരമായിട്ട് ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ വിശുദ്ധ വാരമായിട്ട് കൊണ്ടാടുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ പെസഹ, അതിൻ്റെ ദുഃഖവെള്ളി, അതിൻ്റെ ഉയർപ്പ്, ഇതൊക്കെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ആഴ്ചയായിട്ടാണ് നമ്മൾ ഈ ഒരാഴ്ച ആഘോഷിക്കുന്നത്, അല്ലേ, അല്ലെങ്കിൽ കൊണ്ടാടുന്നതെന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ആണ്ടുകുമ്പസാരം എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടർ ഒരുങ്ങുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഈ വിശുദ്ധ വാരം ശരിക്കും നമ്മൾക്ക് തരുന്നൊരു സന്ദേശം എന്താണ്? ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്താ ഓർമ്മപ്പെടുത്തുന്നത്? ഒരു മാനസാന്തരം, അല്ലേ? ഒരു മാനസാന്തരമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് നമ്മൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്നും, എന്തിനാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചതെന്നും, എന്തിനാണ് ഉയർത്തെഴുന്നേറ്റതെന്നും എന്ന് നമ്മളൊക്കെ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിച്ചു തരുവാനായിട്ടാണ് എല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിക്കുന്നത്, അല്ലേ? അപ്പോൾ ഓർക്ക് ഒരു യഥാർത്ഥ മാനസാന്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്, അല്ലേ? ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ആധാരമായിട്ട് നമ്മൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിനകത്തോട്ട് വരാം. അവിടെ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഇടയനെക്കുറിച്ച് പറയുകയാണ്. നല്ല ഇടയനെക്കുറിച്ച് പറയുകയാണ്. ആ ഒരു ഇടയൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ആ ഇടയന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി 99 എണ്ണത്തിനെ മരുഭൂമിയിൽ വിട്ടിട്ട് ഈ ഒരെണ്ണത്തിനെ തേടി അലഞ്ഞു പോകും. അതാണ് ഒരു നല്ല ഇടയൻ ചെയ്യുന്നത് എന്നാണ് യേശുക്രിസ്തു അവരുടെ ഉപമയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടു കിട്ടുമ്പോഴും അതിനെ അന്വേഷിച്ച് അതിനെ എടുത്ത് തോളിൽ കിടത്തിക്കൊണ്ട് വന്നിട്ട് ഈ 99 എണ്ണത്തിനോട് കൂടി ചേർത്ത്, ആ ഒരെണ്ണത്തിനെ കൂടി ചേർത്ത് 100 തികയ്ക്കും, അല്ലേ? എന്നിട്ട് പറയുകയാണ്, ആ ഒരെണ്ണത്തിനെ കണ്ടുകിട്ടി കഴിയുമ്പോൾ എന്താണ്? ഭയങ്കര സന്തോഷമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 99 എണ്ണത്തിനെയും പറയുന്നത് എന്താണ്? നീതിമാന്മാരെന്നാണ് കാണിക്കുന്നത്. ഈ ഒരെണ്ണം വഴിതെറ്റിപ്പോയ ഒരു പാപിയെയാണ് ചിത്രീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരെണ്ണത്തിനെ തിരിച്ചു കിട്ടി കഴിയുമ്പോഴത്തേക്കും സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വർഗം ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഒരു മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ചും സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമുണ്ടാകുമെന്നാണ് ദൈവം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, അല്ലേ? ഈ 99 നീതിമാന്മാരെ എന്താ ഒരു കെയറും ഇല്ലാതെ അവരെ ഒന്നും നോക്കാതെ അവരെ 99 എണ്ണത്തിനെ മരുഭൂമിയിൽ വിട്ടിട്ട് ഒരെണ്ണത്തിനെ തേടി അങ്ങ് പോയോ എന്നിങ്ങനെ പലപ്പോഴും, അല്ലേ, നമ്മൾക്കൊരു ക്വസ്റ്റ്യനൊക്കെ വരാം. എന്നാൽ അവിടെ എന്താ കാണിക്കുന്നത്? ഈ 99 എണ്ണം നീതിമാന്മാരെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത് അനുസരണയുള്ളതാണ്. അത് ദൈവത്തെ അല്ലെങ്കിൽ ഇടയനെ അനുസരിക്കുന്നത്. അതെങ്ങോട്ട് പോകത്തില്ല, അത് വഴുതിട്ട് എങ്ങോട്ടും പോകത്തില്ല. അതിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇടയൻ എന്ത് ചെയ്തത്? ആ 99 എണ്ണത്തിനെ അവിടെ നിർത്തിയിട്ട് ഈ ഒരെണ്ണത്തിൻ്റെ പുറകെ പോയതെന്നുള്ള ഒരു വെളിപ്പാടും കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തതും അവിടെ പറയുകയാണ്, ഒരു സ്ത്രീക്ക് എന്താണ്? ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മം ഉണ്ടെങ്കിൽ 10 നാണയം എന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, അതുണ്ടെങ്കിൽ അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവളത് പോട്ടേന്ന് വെക്കത്തില്ല, അതിനെ വീട് മുഴുവൻ വിളക്ക് കത്തിച്ച് അതിനെല്ലാം അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെ മറ്റൊരു ഉപമയും കൂടെ പറഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ എല്ലാം സാരാംശം എന്താണ്? നഷ്ടപ്പെട്ടു പോയതിനെ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയൊരു പാപിയെ അത് മടങ്ങി വന്നു കഴിയുമ്പോൾ സ്വർഗം അത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുവാനുള്ള കാരണം എന്താണ്? ഈ പരീക്ഷന്മാരും പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ വന്നിട്ട് ഞങ്ങൾ ഭയങ്കര വിശുദ്ധരാണ്, ഞങ്ങൾ ഭയങ്കര നല്ല ടീമുകളാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഈ ഗുരു ആരുടെ കൂട്ടത്തിലായിരിക്കുന്നത്? ചുങ്കക്കാരുടെയും പാപികളുടെയൊക്കെ കൂട്ടത്തിലും ഗുരു ഭക്ഷണത്തിനിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ യേശുവിനെ കുറ്റപ്പെടുത്തിയപ്പോഴാണ് യേശു ഈ ഉപമയൊക്കെ അവരോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ 99 നീതിമാന്മാരെക്കുറിച്ചും ഒരു നഷ്ടപ്പെട്ടു പോയൊരു പാപിയെക്കുറിച്ചും സ്വർഗത്തിൽ വളരെ സന്തോഷമുണ്ടാകും. ആ നഷ്ടപ്പെട്ട പാപി മടങ്ങി വന്നു കഴിയുമ്പോൾ അവരുടെ മാനസാന്തരത്തിനും സ്വർഗത്തിൽ അത്രയും സന്തോഷം, അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നും അവിടെ യേശു ക്രിസ്തു കാണിക്കുകയാണ്. ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യത്തിനകത്തോട്ട് 15-11 ലൂക്കോസിൻ്റെ സുവിശേഷം 15-ന്റെ 11-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു ഉപമ കാണുവാനായിട്ട് കഴിയും.
അവിടെ എന്താണ്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ എന്താ ചെയ്തത്? ഇളയവൻ അപ്പൻ്റെ സ്വത്തെല്ലാം മേടിച്ചിട്ട് എനിക്ക് എൻ്റെ വീതം തരണമെന്ന് പറഞ്ഞ് സ്വത്തൊക്കെ മേടിച്ചിട്ട് എന്താണ്, ദൂരദേശത്തേക്ക് പോയി. എന്ന് വെച്ചാൽ അപ്പൻ്റെ ദേശം വിട്ട്, അപ്പനെ വിട്ട്, അപ്പൻ്റെ ഭവനം വിട്ട്, അപ്പൻ്റെ ദേശം വിട്ട് ഇവൻ എങ്ങോട്ട് പോയി? ദൂരദേശത്തോട്ട് പോയി. നമ്മൾക്കൊക്കെ കഥ അറിയാമല്ലേ? അങ്ങോട്ട് ദൂരദേശത്തോട്ട് പോയി കഴിഞ്ഞിട്ട് എന്താണ്, ഇവൻ അവിടെ ചെന്ന് അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ചു. എന്ന് വെച്ചാൽ ക്രമം കെട്ട ജീവിതം അങ്ങ് നടത്തി. അതിൻ്റെ അർത്ഥം എന്താണ്? അവനവിടെ ഒരുപാട് കൂട്ടുകാരെ സമ്പാദിച്ചിരിക്കണം അല്ലേ? അതെപ്പോഴും അങ്ങനെയാണ്. പണമുള്ളപ്പോൾ കൂട്ടുകാരൊക്കെ നമ്മളുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകും അല്ലേ? നമ്മൾക്ക് ആൾബലത്തിൽ ഒരു കുറവുമില്ല. അതുപോലെ തന്നെ അവനെന്താണ്, അവിടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ടു, സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അങ്ങനെയുള്ള ഒരുപാട് ലൈഫിൽ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തിൽ ലോകക്കാരെ പോലെ, അതായത് വിശ്വാസികളല്ലാത്ത ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാരെയൊക്കെ പോലെ ക്രിസ്ത്യാനികളിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അല്ലാത്തവരൊക്കെ എന്താണ്, ലോകത്തിൻ്റെ സന്തോഷം തേടിപ്പോകും. എങ്ങനെയാണ്? 2 എണ്ണം അടിച്ച് ഇനി എവിടെയെങ്കിലും ഒരു പെണ്ണിൻ്റെ വിഷയത്തിലൊക്കെ പെട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ലോകത്തിൻ്റെ സുഖം തേടിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ? ഇവനും അതുപോലെ തന്നെ അങ്ങനെ അങ്ങ് പോയി. ഓക്കെ, അങ്ങനെ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ്റെ കയ്യിൽ നിന്ന് സ്വത്തുമെല്ലാം തീർന്നു പോയി അല്ലേ? തീർന്നു പോയി കഴിഞ്ഞപ്പോൾ ഇവൻ എന്താ ചെയ്തത്? ആ ദേശത്തൊരു ക്ഷാമവും കൂടെ അങ്ങ് വന്നു. ക്ഷാമവും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ എന്താ ചെയ്തത്? ഇവൻ അവിടുത്തെ ഒരു പൗരൻ്റെ അടുത്ത് ചെന്നു. പൗരൻ്റെ അടുത്ത് ചെന്നിട്ട്, കാരണം വേറൊരു ദേശത്താണ് ചെന്ന് പെട്ടിരിക്കുന്നത്, ഇവൻ അവിടെ വന്ന് താമസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇവൻ അവിടുത്തെ പൗരൻ്റെ അടുത്ത് ചെന്നിട്ട് അവനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണമെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി ഇവന് ഒന്നുമില്ലാത്ത ഇവന് കൊടുത്ത ജോലി എന്താ? അവൻ്റെ പന്നികളെ മേയ്ക്കാനുള്ള ഒരു ജോലിയാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ ഏറ്റവും താഴ്ന്ന ഒരു ജോലി അവന് കൊടുത്തു. അത് കൊടുത്തിട്ടോ അവന് ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവൻ്റെ വിശപ്പടക്കാൻ ഇവൻ എന്താ വിചാരിച്ച്? ആ പന്നിക്ക് കൊടുക്കുന്ന വാളവരെയെങ്കിലും തിന്ന് വിശപ്പടക്കണമെന്ന് ഇവൻ ആഗ്രഹിച്ചു. പക്ഷെ അതുപോലും അവന് കിട്ടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം അപ്പോഴാണ് അവൻ എന്ത് വന്നത്? സുബോധം വന്നത്. അവൻ സുബോധത്തിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് അവൻ വിചാരിച്ചു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലും അവിടുത്തെ കൂലിക്കാർ പോലും ഇതിനും ശ്രേഷ്ഠകരമായ ജീവിതം നയിക്കുന്നു. അവർ തിന്നിട്ട് അവർ ശേഷിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ അവർക്ക് അത്ര പോലും തൃപ്തിയോടെ, അത്രമാത്രം തൃപ്തിയോടെയാണ് അവിടെ കൂലിക്കാർ പോലും ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇവന് ലഭിക്കുകയും ഇവൻ എന്ത് ചെയ്തു? നേരെ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തോട്ട് പോകും. എന്നിട്ട് അപ്പനോട് ഞാൻ പറയും, അപ്പ, അങ്ങേക്ക് വിരോധമായി, സ്വർഗത്തിന് വിരോധമായി ഞാൻ പാപം ചെയ്തു പോയി. ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങയുടെ കൂലിക്കാരിൽ ഒരുത്തനായിട്ട് എന്നെ ഒന്ന് കാണണമേ എന്ന് പറഞ്ഞൊരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് അവൻ വന്നു അല്ലേ? മാനസാന്തരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞത്. എന്നിട്ട് എന്താ ചെയ്തത്? അവൻ അങ്ങനെ തന്നെ അപ്പൻ്റെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ ഈ സ്നേഹനിധിയായ അപ്പൻ എന്താ ചെയ്തത്? അപ്പന് മകനാണല്ലേ? അപ്പോൾ അപ്പൻ എന്താ ചെയ്തത്? ദൂരേന്ന് ഇവനെ കണ്ടപ്പോഴേ ആ അപ്പൻ അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു അല്ലേ? അവനെ കെട്ടിപ്പിടിച്ചു, അവനെ ഉമ്മ വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾക്കറിയാം, വീട്ടിലോട്ട് കൊണ്ടുവന്ന് അവന് വേണ്ടിയിട്ട് അവിടെ സദ്യ എല്ലാം ഒരുക്കി അല്ലേ? എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി. അപ്പോൾ ഒരുക്കിയപ്പം അടുത്ത മകനും മൂത്ത മകനും ഇച്ചിരി മുറുമുറുപ്പൊക്കെ ഉണ്ടായി. പക്ഷെ അപ്പൻ അതൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കി. ഓർക്കുക, ഈ അപ്പനെ സംബന്ധിച്ചിടത്തോളം ഈ മകൻ നഷ്ടപ്പെട്ടു പോയിട്ട് ഈ അപ്പൻ ഇത്ര സന്തോഷിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും അപ്പൻ വിഷമത്തിലായിരുന്നു അല്ലേ? ഈ മകൻ നഷ്ടപ്പെട്ടതോർത്ത് ഈ അപ്പന് ഭയങ്കര വിഷമമായിരുന്നു. ഈ അപ്പൻ നോക്കിയിരിക്കുമായിരുന്നു. അത് ദൂരത്തുനിന്നേ ഇവനെ കണ്ടു എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവൻ്റെ മനസ്സിനകത്തോട്ടൊരു മാനസാന്തരത്തിൻ്റെ വിത്ത് മുളച്ച് തുടങ്ങി എന്ന് ആരറിഞ്ഞു? അപ്പൻ അറിഞ്ഞു. അതുകൊണ്ട് അപ്പനത് നോക്കിയിരിക്കുക. ഈ മകൻ വരുന്നത് ദൂരത്തേക്ക് നോക്കിയിരിക്കുക. അതുകൊണ്ട് അവൻ ദൂരത്തുനിന്നേ ഇവനെ കണ്ടു എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അപ്പൻ വഴിക്കണ്ണുമായിട്ടും ഇവനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവൻ വന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചത്. അപ്പോൾ അവൻ ഈ ഡയലോഗൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പൻ അവനെ കൂലിക്കാരനായിട്ടാണോ സ്വീകരിച്ചത്? അല്ല, പിന്നെ എന്തായിട്ടാണ് സ്വീകരിച്ചത്? ആ മകനായിട്ട് തന്നെ അവനെ സ്വീകരിച്ചതെന്നും നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓർക്കുക, ഈ ഒരു ഉപമയിലൂടെ ദൈവം, നമ്മൾക്കൊക്കെ ഈ കഥ അറിയാം, അതുകൊണ്ട് ആ കഥ ഞാനൊന്ന് ജസ്റ്റ് ചുരുക്കി പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇതിനകത്തൂടെ ദൈവം നമ്മൾക്ക് തരുന്ന ഒരു ദൂതുണ്ട്. എന്താണെന്നറിയാമോ അതിനകത്തെ ദൂത്? ഒന്ന്, നമ്മൾ പലപ്പോഴും അല്ലേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ വിചാരിക്കും, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പൻ ഇച്ചിരി സ്ട്രിക്റ്റാണ് അല്ലേ? എല്ലാ വീട്ടിലും അങ്ങനെ അപ്പനും അമ്മയൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റാണ്. എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും. അപ്പോൾ പലപ്പോഴും ഈ മക്കളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എന്ത് തോന്നും? കുറച്ച് സ്വാതന്ത്ര്യം വേണം അല്ലേ? അതല്ലേ, ചില പിള്ളേരൊക്കെ വീട്ടിൽ നല്ല മിടുക്കരായിട്ടിരിക്കും. അവർ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവരുടെ വിധമൊക്കെ മാറും അല്ലേ? എന്ന് പറയുന്നത് പോലെ ഈ മകൻ വിചാരിച്ചു, ഈ അപ്പൻ്റെ ഈ റിസ്ട്രിക്ഷൻസിൽ നിന്ന് എനിക്കൊന്ന് പുറത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇവൻ അപ്പനോട് പറഞ്ഞു, എനിക്ക് തരാനുള്ളതൊക്കെ ഇങ്ങ് തന്നോളാൻ പറഞ്ഞു. അപ്പോൾ അപ്പൻ അതിന് മറുത്തൊന്നും പറഞ്ഞില്ല, അങ്ങ് കൊടുത്തു. കാരണം എന്താ? അപ്പൻ എന്തിനാ കൊടുത്തത്? അവൻ പഠിക്കണം അല്ലേ? അപ്പൻ്റെ വില അവൻ തിരിച്ചറിയണം. അതിനാ അപ്പൻ അങ്ങ് കൊടുത്തു വിട്ടത്. അവൻ അതുകൊണ്ട് അങ്ങ് പോയി. അവൻ പഠിച്ചു, ശരിക്കും പഠിച്ചു അല്ലേ? കാരണം അവനാർ മനസ്സിലായി എന്താണ്?
അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നപ്പോൾ അവൻ്റെ ചുറ്റും കൂട്ടുകാരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരെയും ഞൊട്ടിയിടയിൽ അവനുണ്ട്. അവന് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റി. പക്ഷേ ഇവൻ്റെ അടുത്ത് നിന്ന് ആ സമ്പത്ത് മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ ഇവരാരെങ്കിലും അവനെ തിരിഞ്ഞു നോക്കിയോ? ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? അവനൊരു പന്നിയുടെ വില പോലും ആരും കൊടുത്തില്ല. ആ പൗരൻ, അവിടുത്തെ പൗരൻ കൊടുത്തില്ല എന്ന് വെച്ചാൽ ആ ദേശത്തുള്ളവരും ഇവനൊരു പന്നിയുടെ വില പോലും കൊടുത്തില്ല എന്നുള്ളത് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന ആലോചനയും ഇത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്ന് കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തെ വിട്ട് എന്ത് ചെയ്യും? നമ്മൾ വേറെ എന്തെങ്കിലും തേടി നമ്മൾ ഇറങ്ങിപ്പോകും. ദൈവത്തെ വിട്ട് അകന്നു പോകും. അകന്നു പോയി കഴിയുമ്പോൾ എന്താണെന്നറിയാമോ? നമ്മളെ സ്വീകരിക്കാൻ പുറത്ത് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ നിൽക്കും. എക്സ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ എക്സ് പെന്തക്കോസ്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കുവാൻ അവിടെ കുറച്ച് പേര് നിൽക്കും. ഇവരൊക്കെ ആദ്യം കുറച്ചിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടത്തും. എന്തിനാണെന്നറിയാമോ? നമ്മളെ കൊണ്ടൊന്ന് അവരൊന്ന് റീച്ച് ഉണ്ടാക്കും. എന്നിട്ട് എന്തിനാ നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഈ ക്രിസ്ത്യൻ സമൂഹത്തെയൊക്കെ ഒന്നും അവഹേളിച്ച് കാണിക്കാൻ വേണ്ടി ഇവരെ കുറച്ച് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് പിന്നെ ആൾക്കാർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവരെ അങ്ങ് പിടിച്ച് താഴോട്ടിടും. പിന്നെ ഇവൻ എന്തിൻ്റെ വിലയില്ല? ഒരു പന്നിയുടെ വിലയില്ല. പിന്നെ എന്താണ്? ഇവൻ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന സുഭിക്ഷതമായ അനുഗ്രഹങ്ങളെല്ലാം ഇവന് നഷ്ടമായിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയി കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ നമ്മൾക്ക് നഷ്ടമാകും. എങ്ങനെയാണ്? നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ്. അത് നഷ്ടമായിക്കൊണ്ടിരിക്കും. അവസാനം എന്താണ്? നമ്മൾക്ക് ഒരു വിലയുമില്ലാതെയാകും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും. അപ്പോഴേ നമ്മൾ തിരിച്ചറിയത്തുള്ളൂ അല്ലേ? ഞാൻ വിട്ടിട്ട് പോകുന്ന എൻ്റെ ദൈവം എനിക്ക് എത്ര വിലപ്പെട്ടതായിരുന്നു, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും എത്ര വലുതായിരുന്നു എന്നും തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ആ ഒരു ഘട്ടത്തിലാണ്. അതിന് നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനാണ് ദൈവം ഈ ഒരു ഉപമകൾ മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. ഓർക്കുക, പലപ്പോഴും നമ്മൾക്ക് അല്ലേ, നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മൾക്ക് പണമുള്ളപ്പോൾ നമ്മളുടെ ചുറ്റും ആൾക്കാരുണ്ടാകും. എന്നാൽ ഈ പണമെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആരും നമ്മൾക്കൊരു പന്നിയുടെ വില പോലും തരത്തില്ല അല്ലേ? ഇതും ദൈവം നമ്മൾക്ക് തരുന്നൊരു വാണിംഗ് ആണ്. കാരണം നമ്മൾക്ക് ഉള്ളപ്പോൾ, നമ്മളുടെ നല്ല സമൃദ്ധിയിൽ നിൽക്കുമ്പോൾ എന്താണ്? ഒരുപാട് പേര് നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും അല്ലേ? ഇനി ശുശ്രൂഷക്കാരെ എടുത്തു നോക്കിയാലോ, ശുശ്രൂഷയുടെ ശ്രേഷ്ഠ ലെവലിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേര് കൂട്ടത്തിലുണ്ടാകും. എന്നാൽ ഇതൊക്കെ നഷ്ടമായി കഴിയുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. പക്ഷേ അവിടെയും പറയുക, നമ്മളെ കൈവിടാത്തത് ആരാ? ദൈവം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഏതവസ്ഥയിലും, എന്ന് വെച്ചാൽ നമ്മളുടെ സമൃദ്ധിയിലും നമ്മളുടെ ദാരിദ്ര്യത്തിലും, ഏതവസ്ഥയിലും, നമ്മളുടെ വീഴ്ചയിലും, നമ്മൾക്ക് വിലയുള്ളപ്പോഴും വിലയില്ലാത്തപ്പോഴും, ഏതവസ്ഥയിലും നമ്മളെ ഒരുപോലെ കാണുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നും ഈ ഉപമയിലൂടെ ദൈവം നമ്മൾക്ക് പറഞ്ഞു തരിക. അത് സത്യമല്ലേ? അല്ലേ? സത്യമല്ലേ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞതാ അല്ലേ? നമ്മൾക്കറിയാം. അത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതാ. നമ്മൾ നല്ല ശ്രേഷ്ഠ നിലയിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേരുണ്ടാകും, ഇല്ലാത്തപ്പോഴാരും ഉണ്ടാകത്തില്ല. എന്നാൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാലത്തെ കുഴപ്പം എന്താണെന്നറിയാവോ? എന്താ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നറിയാവോ? നമ്മൾക്ക് വിലയുണ്ടാകും അല്ലേ? നമ്മൾക്ക് സമ്പത്തുണ്ടാകും, ധനമുണ്ടാകും, എല്ലാം നമ്മൾക്ക് സമൃദ്ധിയായിട്ടുണ്ടാകും എന്നുള്ളതും ദൈവം നമ്മൾക്ക് തരുന്ന ഒരു ആലോചനയാണ് കേട്ടോ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരു യഥാർത്ഥ മാനസാന്തരമില്ലാതെ ലോകത്തിൻ്റെ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിന് പറയുവാനുള്ളത് ഇത്രയേ ഉള്ളൂ: മടങ്ങി വാ എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് മടങ്ങി വാ. യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ചെയ്ത തെറ്റിനെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യം വരും അല്ലേ? എന്നിട്ട് നമ്മൾ ദൈവത്തോട് മാപ്പപേക്ഷിക്കും. ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി, എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ അപ്പൻ്റെ കാൽക്കലൊന്ന് വീഴുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്നറിയാമോ? ആ അപ്പൻ നമ്മളെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഇടയാകുമെന്നും ദൈവം നമ്മളോട് ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് പാഠങ്ങളാണ്. ഒന്നും, ദൈവത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുണ്ടാകത്തില്ല? ഒരു പന്നിയുടെ വില പോലും നമ്മൾക്ക് ഉണ്ടാകത്തില്ല. പിന്നെ എന്താണ്? കൂടെ നിന്നവരൊക്കെ നമ്മളെ ഉപേക്ഷിക്കും. അത് ഒന്ന്. ഇനി അടുത്തത് എന്താണെന്നറിയുമ്പോൾ, അടുത്തത് ദൈവം പറയുകയാണ്, ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെട്ടതിനെ എല്ലാം മടക്കി തന്നും നിന്നെ മകനും മകളും എന്ന ആ ഒരു പദവിയിൽ തന്നെ ഇരുത്തി നിനക്ക് വീണ്ടും സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ദൈവം നമ്മളുടെ മുൻപിലേക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഞെരുക്കത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒക്കെ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മളുടെ മാനസാന്തരത്തിൻ്റെ ലെവൽ എവിടെയാണ് നിൽക്കുന്നത്, ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ശോധന ചെയ്യണം. എന്നിട്ട് മടങ്ങി വരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്ന ഒരു നല്ല പിതാവിനെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓർക്കുക, ഒരു യഥാർത്ഥ മാനസാന്തരം അതാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ക്രൂശീകരണത്തിൻ്റെ ഓർമ്മയും ഉയർപ്പിൻ്റെ ഓർമ്മയും ഒക്കെ നമ്മൾക്ക് തരുന്നതും. ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്? നമ്മളെ സ്വീകരിക്കുന്ന ഒരു യഥാർത്ഥ പിതാവിനെ നമ്മൾക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.